ഗ്രീൻലാൻഡ് സമീപകാലത്ത് വന്ന ഈ വിവാദങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. എന്ത് സംഭവിച്ചാലും ഗ്രീൻലാൻഡ് ഞാൻ പിടിച്ചെടുക്കും എന്ന നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു കാലം മുതൽ തന്നെ ഗ്രീൻലാൻഡ് സ്വന്തമാക്കണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നങ്ങളിലൊന്നാണ്. പക്ഷേ ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഗ്രീൻലാൻഡ് എന്നത് ഏകദേശം ഒരു ഓട്ടോണമസ് സ്വയംഭരണ ദ്വീപാണ്. ഡെൻമാർക്കിന്റെ കീഴിലാണെങ്കിലും അവർക്ക് സ്വന്തം അധികാരങ്ങളും അവകാശങ്ങളും ഇവിടെയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഡെൻമാർക്കിനെ മറികടന്ന് ഇവിടെ കൈവയ്ക്കാൻ സാധിക്കുമോ? കാരണം ഡെൻമാർക്ക് നാറ്റോയുടെ ഒരു സ്ഥാപക അംഗമാണ്. 1949 മുതൽ തന്നെ നാറ്റോയിൽ ഡെൻമാർക്ക് അംഗത്വം വഹിക്കുന്നുണ്ട്. അതിനാൽ ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നീക്കം നടന്നാൽ അത് നാറ്റോയ്ക്കുള്ളിൽ ഒരു വലിയ വിള്ളൽ സൃഷ്ടിക്കും. ഇതുവരെ ഏകദേശം 10 തവണ ഡെൻമാർക്ക് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് എന്തെന്നാൽ ഗ്രീൻലാൻഡ് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്ന്. ഡെൻമാർക്കിന്റെ പാർലമെന്റിലും അവരുടെ പ്രതിനിധികളും തുറന്നു പറഞ്ഞത് ഇതാണ്: ഗ്രീൻലാൻഡിൽ റഷ്യയുടെയോ ചൈനയുടെയോ യാതൊരു സാന്നിധ്യവും ഇല്ല. പകരം നോർവേ, ഫിൻലാൻഡ് പോലുള്ള പ്രദേശങ്ങളിലാണ് റഷ്യയുടെ സൈനിക സാന്നിധ്യം കൂടുതലുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ രാജ്യങ്ങളെ ട്രംപ് നേരിട്ട് ഏറ്റെടുക്കുമോ എന്ന ചോദ്യം അവിടുത്തെ നേതാക്കൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപ് ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു? ട്രംപിന് ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കുക വലിയ വിഷയമല്ല. നാറ്റോയെ പോലും തകർത്ത് അമേരിക്കയുടെ സൈനിക ശക്തി ഉപയോഗിച്ച് ഗ്രീൻലാൻഡിനെ കൈവശപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയും. പക്ഷേ അമേരിക്കയുടെ ഭാവിക്ക് അതീവ പ്രധാനപ്പെട്ട ഗോൾഡൻ ടോം പ്രോജക്റ്റ് യൂറോപ്പിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. നാറ്റോ അംഗരാജ്യങ്ങളെ ആശ്രയിച്ചാണ് അമേരിക്ക ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് ഗ്രീൻലാൻഡിൽ എന്താണ് ഇത്ര വലിയ നേട്ടമുള്ളത്? ഇതുപോലെ അനവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഗ്രീൻലാൻഡ് ആർട്ടിക് മേഖലയിലെ അതീവ പ്രധാനപ്പെട്ട ഒരു ദ്വീപ്. കാനഡയുടെ തീരപ്രദേശങ്ങൾക്ക് സമീപത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മാപ്പുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അമേരിക്കയേക്കാൾ വലുതായി തന്നെ ഇത് കാണിച്ചിരിക്കും. അതുകൊണ്ടാണ് ഗ്രീൻലാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണെന്നും ഓസ്ട്രേലിയയേക്കാൾ പോലും വലുതാണെന്നും നാം പലരും വിശ്വസിച്ചിരുന്നത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു കരുതിയത്. പക്ഷേ യഥാർത്ഥത്തിൽ ഗ്രീൻലാൻഡിന്റെ വിസ്തീർണം അത്ര വലുതല്ല. ഏകദേശം 21 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് വിസ്തീർണം. ഇന്ത്യയുടെ വിസ്തീർണവുമായി താരതമ്യം ചെയ്താൽ ഏകദേശം 1/3 ഭാഗം മാത്രം. എന്നിരുന്നാലും യൂറോപ്യൻ ഖണ്ഡത്തിലെ ആർട്ടിക് മേഖലയിലെ ഏറ്റവും വലിയ ദ്വീപാണിത്. പക്ഷേ ഇത്ര വലിയ ദ്വീപിന് അനുയോജ്യമായ ജനസംഖ്യ അവിടെ ഇല്ല. 2025 പുതിയ കണക്കുകൾ പ്രകാരം ഏകദേശം 57,000 പേർ മാത്രമാണ് ഗ്രീൻലാൻഡിൽ താമസിക്കുന്നത്. ഈ ദ്വീപിന് പിന്നിൽ വളരെ വിവാദപരമായ ഒരു ചരിത്രമുണ്ട്. 1700കളിൽ, അതായത് 17ാം നൂറ്റാണ്ടിൽ ഡാനിഷ് ജനങ്ങൾ ഇവിടെ കോളനിവൽക്കരണം നടത്താൻ ശ്രമിച്ചു. അതിനു മുൻപ് 12ാം നൂറ്റാണ്ടിൽ തന്നെ ഈ പ്രദേശം നോർവീജിയൻ രാജവംശത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നുവെന്നും പറയപ്പെടുന്നു. ആ കാലഘട്ടം മുതൽ തന്നെ നോർവേയും ഡെൻമാർക്കും മാറി മാറി ഈ പ്രദേശത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ആധുനിക കോളനിവൽക്കരണ വ്യവസ്ഥയിൽ 17ാം നൂറ്റാണ്ട് മുതൽ ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലാണ്. ആ പ്രദേശത്ത് കോട്ടകൾ പണിതും ചില പ്രത്യേക വ്യാപാര മേഖലകൾ ഭരിച്ചതുമൂലം ഇവിടെയും ഡെൻമാർക്കിന്റെ സ്വാധീനം ചില ഭാഗങ്ങളിൽ നിലനിന്നിരുന്നു. പക്ഷേ ഈ ഗ്രീൻലാൻഡ് എന്ന പ്രദേശത്തിന്റെ മുഴുവൻ നിയന്ത്രണവും 17ാം നൂറ്റാണ്ട് മുതൽ ഡെൻമാർക്ക് പൂർണ്ണമായും സ്വന്തമാക്കി. കാലക്രമേണ കാര്യങ്ങൾ മാറി. 2ാം ലോക മഹായുദ്ധം ആരംഭിച്ചതിനു ശേഷം ഒരു ഘട്ടത്തിൽ ജർമ്മൻ സേന ഈ ദ്വീപ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഏകദേശം കൈവശപ്പെടുത്തി എന്ന് തന്നെ പറയാം. അപ്പോൾ ജർമ്മൻ സേനയെ പുറത്താക്കാനായി അമേരിക്ക ഇടപെടുന്നു. അമേരിക്ക എത്തിയത് മുതൽ ഗ്രീൻലാൻഡിൽ അവരുടെ സൈനിക സാന്നിധ്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രീൻലാൻഡിൽ അമേരിക്കയ്ക്ക് സ്വന്തമായ വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക താവളമുണ്ട്. അതിന് പിറ്റുവിക് ബേസ് എന്നാണ് പേര്. മുൻപ് ഇത് തുലെ എയർ ബേസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അമേരിക്ക ഇതിനെ സ്വന്തം സ്പേസ് ഫോഴ്സ് ബേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ ബഹിരാകാശ സൈന്യത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട താവളമായി ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള ഗ്രീൻലാൻഡ് 1953 ഔദ്യോഗികമായി ഡെൻമാർക്കിന്റെ അംഗീകൃത പ്രദേശമായി, ഡെൻമാർക്കിന്റെ സ്വന്തമായ ഒരു ദ്വീപായി പ്രഖ്യാപിക്കപ്പെട്ടു. പിന്നീട് 2009 ഓട്ടോണമി, സ്വയം ഭരണം എന്ന നിലയിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സ്വയം എടുക്കാനുള്ള അവകാശം ഗ്രീൻലാൻഡിന് നൽകി. അവർക്കായി ചില അധികാരങ്ങൾ ഡെൻമാർക്ക് കൈമാറി. എങ്കിലും പാസ്പോർട്ട് സംബന്ധിച്ചിടത്തോളം ഗ്രീൻലാൻഡിലെ എല്ലാവരും ഡെൻമാർക്കിലെ പൗരന്മാരാണ്. അതേസമയം എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തായിട്ടും നിനക്ക് ചില പ്രത്യേക ഒഴിവുകളുണ്ട്. നിനക്ക് ആവശ്യമെങ്കിൽ ഇക്കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാം എന്ന രീതിയിൽ ചില പ്രത്യേക ഇളവുകളും അവർക്ക് നൽകി. ഇതാണ് ഈ ദ്വീപിന്റെ ചരിത്രം. ഇപ്പോഴത്തെ അവസ്ഥയും ഏകദേശം ഇത് തന്നെയാണ്.
അതിനാൽ ഡെൻമാർക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപുകളിൽ ഒന്നാണ് ഗ്രീൻലാൻഡ്. ഇന്ത്യക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് ഡെൻമാർക്കിന് ഗ്രീൻലാൻഡ്. അപ്പോൾ ഈ ദ്വീപിന് മേൽ ട്രംപ് എന്തുകൊണ്ടാണ് ഇത്ര വലിയ താല്പര്യം കാണിക്കുന്നത്? ഇതിന് 2-3 വ്യത്യസ്ത കാരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. Not talking about money for Greenland yet. I might talk about that. But right now, we are going to do something on Greenland, whether they like it or not. ട്രംപ് പറയുന്ന ആദ്യ പ്രധാന കാരണം എന്താണെന്ന് നോക്കിയാൽ അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് അനിവാര്യമാണ് എന്നാണ്. ശരി, ട്രംപ് സത്യമാണ് പറയുന്നത് എന്നൊരു നിമിഷം നമുക്ക് കരുതാം. അപ്പോൾ എങ്ങനെ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഇത്ര പ്രധാനമാകുന്നു? റഷ്യയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കോറ ദ്വീപ്, കോല പെനിൻസുല എന്നിവിടങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു മിസൈൽ പ്രയോഗിക്കപ്പെടുകയാണെങ്കിൽ അത് അമേരിക്കയിലേക്ക് എത്തുന്നതിന് മുൻപ് ഗ്രീൻലാൻഡിന്റെ എയർ സ്പേസ് കടന്ന് തന്നെ വരണം. ഇത് ഇന്നത്തെ വിഷയം മാത്രം അല്ല. സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ തന്നെ അമേരിക്ക ഐസ്വോം എന്ന പേരുള്ള ഒരു രഹസ്യ പദ്ധതി ആ പ്രദേശത്ത് നടത്തി വന്നിരുന്നു. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഗ്രീൻലാൻഡിന്റെ മഞ്ഞ് പാളികളുടെ അടിയിൽ അമേരിക്കയുടെ ആണവായുധങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക എന്നതായിരുന്നു ഈ പദ്ധതി. കാരണം ഗ്രീൻലാൻഡിനെ കുറിച്ച് പറയുമ്പോൾ 80%-ലേറെ പ്രദേശം മഞ്ഞ് പാളികളാൽ മൂടപ്പെട്ടതാണ്. അതുമാത്രമല്ല, അവിടെയുള്ള ഐസിന്റെ ചലനവും വളരെ കൂടുതലാണ്. സ്ഥിരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന മഞ്ഞ് പാളികൾ, ഇതാണ് അമേരിക്കയ്ക്ക് ഒരു പ്രശ്നമായി തീർന്നത്. ഐസ്വോം എന്ന പദ്ധതി ചില സാഹചര്യങ്ങളിൽ അമേരിക്കയ്ക്ക് ആണവായുധങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത പോലും ഉണ്ടാക്കി. കാരണം താഴെയുള്ള ഐസ് ഇങ്ങനെ തുടർച്ചയായി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു ആണവായുധ ദുരന്തം സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു ആണവ ഉപകരണം തന്നെ കാണാതായി പോകാനുള്ള വളരെ വലിയ സാധ്യതയുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് അമേരിക്ക ആ പദ്ധതി തന്നെ ഉപേക്ഷിച്ചത്. എന്നിരുന്നാലും ഗ്രീൻലാൻഡിലേക്ക് അമേരിക്ക ആണവായുധങ്ങൾ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം അവിടെ നിന്നാൽ വെറും ചില മിനിറ്റുകൾക്കുള്ളിൽ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ സാധിക്കും. അന്നു മുതൽ തന്നെ ഈ ബേസിന്മേൽ അമേരിക്കയ്ക്ക് ഒരു പ്രത്യേക ശ്രദ്ധയുണ്ട്. കാരണം ഏർലി വാർണിംഗ് റേഡാർസ് ഇവിടെ സ്ഥാപിക്കാം, അല്ലെങ്കിൽ ലാൻഡ് ബേസ്ഡ് ബാലിസ്റ്റിക് ഇന്റർസെപ്റ്റേഴ്സ്, ICBM ഇന്റർസെപ്റ്റേഴ്സ് എന്നിവയെല്ലാം ഗ്രീൻലാൻഡിൽ സ്ഥാപിച്ചാൽ കിഴക്കൻ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് അമേരിക്കയുടെ കിഴക്കൻ തീരത്തേക്കുള്ള ഏത് തരത്തിലുള്ള ആക്രമണവും തടയാൻ കഴിയും. ഇത് പൊളിറ്റിക്കൽ പ്ലസ് സ്ട്രാറ്റജിക്കൽ വശങ്ങളാണ്. പക്ഷേ ഇതിന് പിന്നിലെ വളരെ വലിയ മറ്റൊരു കാരണം കൂടെയുണ്ട്: റെയർ എർത്ത് എലമെന്റ്സ്. ഇത് അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവവുമായി നമുക്ക് വളരെ എളുപ്പത്തിൽ ബന്ധിപ്പിച്ച് മനസ്സിലാക്കാം. ചൈനയ്ക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചപ്പോൾ ഒരു കാര്യം തുറന്നു പറയേണ്ടി വന്നു. ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്കയെ ഒഴിവാക്കി ആർക്കും വലിയ രാഷ്ട്രീയ കളികൾ കളിക്കാനാകില്ല. കാരണം ഡോളറിന്റെ നിയന്ത്രണം ഇന്നും അമേരിക്കയുടെ കൈകളിലാണ്. ഡോളറൈസേഷൻ പൂർണ്ണമായും അവർ നിയന്ത്രിക്കുന്നു. ഇപ്പോൾ തന്നെ ഡീഡോളറൈസേഷൻ നടത്താനുള്ള യഥാർത്ഥ സാധ്യതകൾ ലഭ്യമല്ല. എന്നാൽ അതേസമയം ഇത്ര ശക്തമായ അമേരിക്ക പോലും ചൈനയെ ഒരു രീതിയിൽ അവലംബിക്കേണ്ട അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് റെയർ എർത്ത് എലമെന്റ്സ് എന്ന വിഭാഗത്തിൽ ചൈനയെ ഒഴിവാക്കി അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച ഫൈറ്റർ ജെറ്റ് എന്ന് പറയപ്പെടുന്ന F-35 വിമാനത്തിൽ പോലും 18%-ലേറെയുള്ള നിർണായക ഘടകങ്ങൾ ഇന്നും ചൈനയെ ആശ്രയിച്ചാണ് നിർമ്മിക്കുന്നത്. ഇതുകൊണ്ടാണ് അമേരിക്ക ഒരു ഘട്ടത്തിന് ശേഷം ചൈനയുമായി ട്രേഡ് വാർ ശക്തമാക്കിയിരിക്കുന്നത്. ചൈനയെ പൂർണ്ണമായും ഐസൊലേറ്റ് ചെയ്യാൻ അമേരിക്ക നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. അപ്പോൾ ട്രംപിനൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി: അമേരിക്കയെ വീണ്ടും പഴയ ശക്തമായ നിലയിലേക്ക് കൊണ്ടുവരണം. ലോകത്തിൻ്റെ സാമ്പത്തിക ശക്തിയായി അമേരിക്ക വീണ്ടും ഉയരണം. ലോകരാജ്യങ്ങൾ വീണ്ടും അമേരിക്കയെ ആശ്രയിക്കണം. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ആശയം വീണ്ടും യാഥാർത്ഥ്യമാക്കണമെങ്കിൽ റെയർ എർത്ത് എലമെന്റ്സിൽ ചൈനയെ ആശ്രയിക്കുന്ന ആ ഒരു ആശ്രിതത്വം കുറയ്ക്കണം. ഇപ്പോൾ ലോകത്തിന്റെ മെറ്റലർജിക്കൽ ഡാറ്റ എടുത്ത് നോക്കിയാൽ ചൈനയ്ക്ക് ശേഷം വലിയ അളവിൽ റെയർ എർത്ത് എലമെന്റ്, ലിത്തിയം, യുറേനിയം, കോബാൾട്ട്, കോപ്പർ തുടങ്ങിയ ഖനിജങ്ങൾ ലഭ്യമാകുന്ന രാജ്യം ഗ്രീൻലാൻഡ് ആണ്. കോപ്പർ ടെക്നിക്കലി റെയർ എർത്ത് അല്ലെങ്കിലും വളരെ ഉയർന്ന പ്രാധാന്യമുള്ള ഖനിജമാണ്. അങ്ങനെ ഗ്രീൻലാൻഡിനെ അമേരിക്ക നിയന്ത്രണത്തിലാക്കിയാൽ അവിടെ മൈനിങ് പ്രോജക്റ്റുകൾ ആരംഭിച്ച് ചൈനയെ എളുപ്പത്തിൽ റീപ്ലേസ് ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിക്കും. അടുത്ത ഒരു ദശകത്തിനുള്ളിൽ ഇപ്പോൾ ചൈനയിൽ നിന്നും അമേരിക്ക എത്രത്തോളം ഇറക്കുമതി ചെയ്യുന്നു, എത്രത്തോളം ആശ്രയിക്കുന്നു, ആ മുഴുവൻ ആശ്രിതത്വവും കുറച്ച് സെൽഫ് റിലയന്റ് അമേരിക്ക എന്ന ലക്ഷ്യം നേടാൻ കഴിയും. ആവശ്യമായ എല്ലാം ആ പ്രദേശത്ത് നിന്ന് തന്നെ എടുത്തെടുത്ത്. ഇതാണ് ട്രംപിന് ഗ്രീൻലാൻഡ് ഇത്ര പ്രധാനമാകുന്ന യഥാർത്ഥ കാരണം. നാളെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് കരുതുക.
മൂന്നാം ലോക മഹായുദ്ധം എന്നത് വളരെ വലിയ ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോ ആണ്. അതായത് ചില സംഭവങ്ങൾ ഒരിക്കലും സംഭവിക്കരുത്, അവ സംഭവിച്ചാൽ മാത്രമേ മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കൂ. അതൊഴിച്ചാൽ ഒരു പ്രദേശത്തുണ്ടാകുന്ന യുദ്ധം ആ പ്രദേശത്ത് തന്നെ ഒതുങ്ങും, അത് അതിർവരമ്പുകൾ കടന്ന് വ്യാപിക്കില്ല. ഇന്നത്തെ അവസ്ഥ അതാണ്. അങ്ങനെ ഇരിക്കെ നാളെ അമേരിക്ക തായ്വാൻ വിഷയത്തിൽ ചൈനയ്ക്കെതിരെ യുദ്ധത്തിന് പോയാൽ ചൈന ഉടൻ തന്നെ ക്രിട്ടിക്കൽ സപ്ലൈ ലൈനുകൾ കട്ട് ചെയ്യും. അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? അത് അമേരിക്കയ്ക്ക് വളരെ വലിയ നഷ്ടമായി മാറും. സമീപകാലത്ത് അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ, പെന്റഗണിൽ നിന്നും ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്നത് ചൈന അമേരിക്കയ്ക്ക് നൽകുന്ന ക്രിട്ടിക്കൽ ഘടകങ്ങൾ നിലവിൽ നിർത്തിയാൽ അമേരിക്കയ്ക്ക് മാത്രം 3 മുതൽ 4 വർഷം വരെ തങ്ങളുടെ 80% സൈനിക ശക്തി മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതിനുശേഷം മറ്റൊരു മാർഗവുമില്ലാതെ അമേരിക്ക വീണ്ടും ചൈനയിലേക്ക് മടങ്ങേണ്ടി വരും. അത്രത്തോളം ഇന്ന് അമേരിക്ക ചൈനയെ ആശ്രയിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ ചൈനയെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ എന്തെല്ലാം നടപടി എടുക്കണം? ആദ്യം ചൈനയിൽ നിന്നുള്ള വസ്തുക്കൾ വാങ്ങുന്നത് അവസാനിപ്പിക്കണം. അത് നിർത്തണമെങ്കിൽ ഗ്രീൻലാൻഡിനെ ഒഴിവാക്കി മറ്റൊരു വഴിയും ഇല്ല എന്നുള്ളതാണ് സത്യം. If we don't do it, Russia or China will take over Greenland, and we're not going to have Russia or China as a neighbor. ഗ്രീൻലാൻഡ് ഇന്ത്യയേക്കാൾ അല്പം ചെറുതാണ്. ഏകദേശം ദക്ഷിണേന്ത്യയുടെ വിസ്തീർണമുള്ള ഒരു പ്രദേശം. അവിടെ നമുക്ക് ആവശ്യമായ എല്ലാ റെയർ എർത്ത് എലമെന്റ്സും ലഭ്യമാണ്. പക്ഷേ അവിടെ താമസിക്കുന്നത് വെറും 57,000 പേർ മാത്രം. അതേസമയം ഡെൻമാർക്ക് നാറ്റോയുടെ കീഴിലാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ട്രംപിന് ഇതിലും മികച്ചൊരു ഓപ്ഷൻ കിട്ടാനില്ല. അതുകൊണ്ടാണ് ട്രംപ് ഗ്രീൻലാൻഡിനെ ലക്ഷ്യം വച്ചത്. പക്ഷേ അത് സ്വന്തമാക്കുന്നത് അത്ര ലളിതമായ കാര്യമല്ല. ഒന്നാമത്തേത്, ഡെൻമാർക്ക് ഒരു നാറ്റോ രാജ്യമാണ്. ഇത് നാറ്റോയിൽ വലിയ വിള്ളൽ സൃഷ്ടിക്കും. അതും കടന്ന് ട്രംപ് ഇത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ യൂറോപ്യൻ യൂണിയൻ ഇത് അങ്ങനെ നോക്കി നിൽക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. സമീപകാലത്ത് യൂറോപ്യൻ യൂണിയൻ പുറത്തിറക്കിയ പ്രസ്താവനകളും നിലപാടുകളും നോക്കിയാൽ അവർ ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. ജർമ്മനിയുടെ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ എങ്ങനെ പിന്തുണ നൽകുന്നു എന്ന് നമുക്കറിയാം. ഇവിടെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫ്ലാഷ് ബാക്കുകൾ എല്ലാവരുടെയും കണ്ണിന് മുന്നിലൂടെ കടന്നു പോകും. ജർമ്മനി എന്നത് ഉറങ്ങിക്കിടക്കുന്ന ഒരു മഹാമൃഗം പോലെയാണ്. അതിനെ ഉണർത്തിയാൽ അല്ലെങ്കിൽ ജർമ്മനിയെ പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഇന്നത്തെ യൂറോപ്യൻ യൂണിയന് പോലും ജർമ്മനിയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ജർമ്മനിയെ പൂർണ്ണമായും വളരാൻ ഇനിയും അനുവദിക്കാത്തത്. അതിനാൽ ഈ വിഷയത്തിൽ ട്രംപ് റിസ്ക് എടുക്കുമോ എന്ന് വ്യക്തമല്ല. അദ്ദേഹത്തിന് പണം കൊടുത്ത് വാങ്ങണമെന്ന് തീരുമാനിച്ചാൽ വാങ്ങാൻ കഴിയും. കുറച്ചുകൂടെ ഡോളർ പ്രിന്റ് ചെയ്താൽ പോലും അത് അമേരിക്കയ്ക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ ഡെൻമാർക്കിന് ഇത് മാനത്തിന്റെ പ്രശ്നമാണ്. നാറ്റോയിലെ ഒരു പ്രധാന രാജ്യത്തെ അമേരിക്ക അവഗണിക്കുന്നുവെന്ന സന്ദേശം പുറത്തു പോയാൽ നാറ്റോയ്ക്ക് തന്നെ വിള്ളലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഈ ഗോൾഡൻ ഡോം എന്ന പ്രോജക്റ്റ് ഉണ്ട്. അമേരിക്കയെ സംരക്ഷിക്കാനുള്ള മൾട്ടി ലെയർ മിസൈൽ ഡിഫൻസ് സിസ്റ്റം. അതിനുള്ളിൽ ഡെൻമാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. യൂറോപ്പിനെ മുഴുവനും ഒരു ഷീൽഡ് പോലെ രക്ഷിച്ച് ഓവർലാപ്പിംഗ് റഡാർ സ്ഥാപിച്ച് അതിന്റെ സഹായത്തോടെ അമേരിക്കയെ സംരക്ഷിക്കുന്ന ഒരു വൻ പദ്ധതി. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഫലമായി ഡെൻമാർക്ക് നാറ്റോയിൽ നിന്നും പുറത്തു പോകുമെന്നൊരു സാഹചര്യം വരെ വരാം. അല്ലെങ്കിൽ അമേരിക്ക ഇങ്ങനെ തുടർന്നാൽ ഭാവിയിൽ ആരായാലും അമേരിക്കയുടെ കൂടെ നിൽക്കാൻ 2 തവണ ചിന്തിക്കേണ്ടി വരും. ഇന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തലുകൾ ഒരു പക്ഷെ നടത്താം. നീ പണം തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ രക്ഷിക്കില്ല, ഇങ്ങനെ നാറ്റോ അംഗരാജ്യങ്ങളോടൊക്കെ പറയും. നാറ്റോയിൽ ഇരുന്നിട്ട് നീ മറ്റൊരു രാജ്യത്തോട് പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ നിന്റെ പിന്നിൽ നിൽക്കണോ എന്ന ചോദ്യമൊക്കെ ഉയർത്താം. പക്ഷേ ഇനി വരുന്ന ഭരണകൂടങ്ങളിൽ ഇതേ നാറ്റോയെ യൂറോപ്യൻ യൂണിയൻ വിശ്വസിച്ച് നിൽക്കുമോ എന്നുള്ളതും സംശയമാണ്. ഇനി ഒരു 10 വർഷങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് നാറ്റോ വേണ്ട എന്ന് പറഞ്ഞ് പുറത്തു പോകുന്ന രാജ്യങ്ങൾ പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം റഷ്യയുടെ ആഗോള ആധിപത്യം പതുക്കെ തകരുകയാണ്. വെനിസ്വേലയെ റഷ്യയ്ക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ല. സിറിയയും പൂർണ്ണമായും സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ഇതിന് പ്രധാന കാരണം ഉക്രൈൻ യുദ്ധമാണ്. റഷ്യ ഉക്രൈനിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ ലോകത്തിൽ നടക്കുന്ന മറ്റു വലിയ സംഭവങ്ങളിൽ ഇടപെടാൻ റഷ്യയ്ക്ക് സാധിക്കുന്നില്ല. ഇത് ട്രംപിനും റഷ്യയ്ക്കും ഇടയിലുള്ള ഒരു തരത്തിലുള്ള അപ്രഖ്യാപിത ബന്ധമായി കാണാം. നീ അത് ചെയ്യുക, ഞാൻ ചോദിക്കില്ല, ഞാനിത് ചെയ്തോളാം, നീ ചോദിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു ബന്ധം. എന്നാൽ ഒരു ഘട്ടത്തിന് ശേഷം റഷ്യയുടെ ആഗോള സ്വാധീനം ഇനിയും കുറഞ്ഞാൽ നാറ്റോയെ യൂറോപ്യൻ യൂണിയൻ ഇനി അത്ര ഭയപ്പെടേണ്ടി വരികയില്ല. എനിക്ക് ആണവായുധങ്ങളുണ്ട്, റഷ്യ ആക്രമിച്ചാൽ ഞാൻ നിന്നെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ അതേ സെക്യൂരിറ്റി ഗ്യാരണ്ടി യൂറോപ്പിനും ഫ്രാൻസിനും നൽകാനൊക്കെ കഴിയും. ഈ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു പുതിയ സഖ്യം
യൂറോപ്പിനെ സംരക്ഷിക്കാൻ മതി എന്ന വിശ്വാസം യൂറോപ്പിന് നൽകാൻ കഴിയും. അങ്ങനെയെങ്കിൽ ട്രംപ് ഇവിടെ എടുക്കുന്ന തീരുമാനം ഏകദേശം ഒരു സൂയിസൈഡ് മിഷൻ പോലെയാണ്. ഒന്നാമത്തെ കാര്യം, ഇത് അമേരിക്കയെ ഇനിയും അടക്കാനാകാത്ത ഉയരത്തിലേക്ക് എത്തിക്കും. അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായി പണിതെടുത്ത നാറ്റോ, ഗോൾഡൻ ഡോം പ്രോജക്റ്റ്, ഇവയെല്ലാം ഈ ഘട്ടത്തിൽ പൂർണ്ണമായും തകർന്നു വീഴും. ഈ 2 വഴികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് എടുക്കാൻ സാധിക്കും. ബലം പ്രയോഗിച്ചാൽ എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ കഴിയും. പക്ഷെ അതിനുശേഷം ഉണ്ടാകുന്ന ചെയിൻ റിയാക്ഷൻ, അടുത്തടുത്ത് സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ, അതെല്ലാം അമേരിക്കയ്ക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ എനിക്ക് വലിയ സംശയം തന്നെയാണ്. അതൊരു ദ്വീപ് മാത്രമാണ്, എളുപ്പത്തിൽ വാങ്ങിയെടുക്കാം എന്ന നിലയിലാണ് ട്രംപ് ഓരോ കാര്യവും പറയുന്നത്. പക്ഷേ മറ്റ് രാജ്യങ്ങൾ ക്രോസ് ബോർഡർ ടെററിസം നിയന്ത്രിക്കാൻ ഒരു സ്ട്രൈക്ക് നടത്തിയാൽ ഈ പറയുന്ന അതേ വായ വെച്ച് അമേരിക്ക അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ തയ്യാറായിരിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.